ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ ഈ ഒരു ക്യാരക്ടർ കിട്ടിയത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഈ സിനിമയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ സിനിമയിൽ എല്ലാവർക്കും ഒരു 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 ബ്ലാക്കോ അല്ല വൈറ്റോ ഇല്ലാത്തൊരു ഷെയ്ഡ്സ് ആണുള്ളത്. എക്സെപ്റ്റ് ഈ മാർക്കണ്ഡേയ ശർമ്മ ഭയങ്കര നല്ല മനുഷ്യനായിട്ടാണ് എനിക്ക് ഈ കഥ വായിച്ചപ്പോഴും സിനിമ കണ്ടപ്പോഴും തോന്നിയിട്ടുള്ളത്. അത് ജീവിതത്തിൽ ശർമ്മ മാത്രമാണ് തന്നെ ബാധിക്കാത്ത പ്രശ്നത്തിൽ സഹായിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുന്നത്. അതിൽ പെട്ടുപോകുന്ന ഒരാളായിട്ടാണ് ശർമ്മയെ കാണിക്കുന്നത്. അപ്പോൾ ആ ക്യാരക്ടർ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സാണ്. എല്ലാ ക്യാരക്ടേഴ്സും തുടങ്ങിയെടുത്തല്ല നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ജേണി എല്ലാ ക്യാരക്ടേഴ്സിനും ഈ സിനിമയിലുണ്ട്. അത് എഴുത്തിൻ്റെയും കൂടെ ഗുണമാണ്. അത് ആ നോവലിൽ വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും. ആ ഒരു ഡെപ്തോടുകൂടി ആ ഒരു ഇൻറ്റൻസ് ആയിട്ട് നമുക്ക് സിനിമയിൽ കാണിക്കാൻ കഴിഞ്ഞു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എൻ്റെ ഇതുവരെയുള്ള ചെറിയൊരു കരിയറിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഏറ്റവും ഗ്രാഫുള്ള ക്യാരക്ടറുമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതങ്ങനെ ഒരു ക്യാരക്ടർ എനിക്ക് തരാൻ ധൈര്യം കാണിച്ച ജോയിഷേട്ടനും അതിന് കാരണമായ ബേസിൽ ബ്രോയ്ക്കും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ സിനിമ കണ്ടവർക്കറിയാം ഈ ഒരു സിനിമ ഭയങ്കര കുറേ കാലത്തിന് ശേഷം മലയാള സിനിമയിൽ ഭയങ്കര നല്ലൊരു റൈറ്റിങ്ങും കുറേ ഡയലോഗ്സും ഒക്കെ ഉള്ള ഒരു പ്രത്യേകതരം രീതിയിലുള്ള ഡയലോഗ്സ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. അപ്പോൾ അതിങ്ങനെ തന്നെ സിനിമയെ കാണിച്ച് ചിലപ്പം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അംഗീകരിക്കപ്പെടുമെന്ന് നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാവരും ആൾക്കാർ ഏറ്റെടുത്തു. ഡയലോഗുകളെ പറ്റി എല്ലാവരും സംസാരിക്കുന്നുണ്ട്. കുറേ കാലത്തിന് ശേഷമാണ് സിനിമ കണ്ട എല്ലാവരും റിവ്യൂസ് ഇടുമ്പോൾ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ പേരുകൾ ഇങ്ങനെ എഴുതി കാണുന്നത്. അപ്പോൾ അത്രത്തോളം കഥാപാത്രങ്ങളുടെ പേരും ആ ഡയലോഗ്സ് എല്ലാം ആൾക്കാരുടെ മനസ്സിൽ പതിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അത് ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെയുള്ള സിനിമയൊക്കെ സംഭവിക്കും. അതിലും നമുക്ക് ഒക്കെ ഒരു പാർട്ടാവാൻ കഴിയുന്നതും വല്ലപ്പോഴുമാണ്. അപ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആവേശത്തിന് ശേഷം ചെയ്യുന്ന സിനിമയാണ് പൊന്മാൻ. അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഈ പടത്തിൻ്റെ ഭാഗമാകാൻ പറ്റിയത്. ഒരു കൊല്ലത്ത് നടന്ന ഒരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് GR ഇന്ദുവൻ ചേട്ടൻ 4 ചെറുപ്പക്കാർ എന്നൊരു നോവൽ എഴുതുന്നത്. അതിനെ ആസ്പദമാക്കിയിട്ടാണ് ജ്യോതിഷ് ചേട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ പൊന്മാൻ. അപ്പോൾ അത് ഒരു നോവല് സിനിമയാക്കുന്നത് ചിലപ്പോൾ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റി നല്ല രീതിയിൽ അഭിപ്രായം കേൾക്കുന്നു. അതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ പടത്തിൽ എല്ലാവർക്കും നല്ല രീതിയിൽ അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. എല്ലാവരും കണക്റ്റ് ആവും. ഈ പറഞ്ഞ അമ്മമാർക്കും പെങ്ങന്മാർക്കും സ്ത്രീകൾക്കൊക്കെ ഭയങ്കര രീതിയിൽ കണക്റ്റ് ആവുന്ന, ഫാമിലി ഓഡിയൻസിന് എല്ലാ രീതിയിലും ഇമോഷണലായിട്ടും കണക്റ്റ് ആവുന്ന ഒരു സിനിമയാണ്. അപ്പോൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും കാണണം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വളരെ സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ പൊന്മാൻ്റെ കഥ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ 4 ചെറുപ്പക്കാരെന്ന് പറഞ്ഞ നോവൽ അതിനുശേഷം വായിക്കുമ്പോഴോ ഉണ്ടായിരുന്ന അതേ എക്സൈറ്റ്മെൻറ്റോട് കൂടി തന്നെയാണ് ഇപ്പോൾ സിനിമ റിലീസായിട്ടും ഇവിടെ പ്രസ് മീറ്റിന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോഴും എനിക്ക് അതേ എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ്. സിനിമ അത്രയും നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പ്രിവ്യൂ കണ്ടപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നിങ്ങളോട് എല്ലാവരോടും അത് തന്നെയാണ് പറയാനുള്ളത്. സിനിമ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും കണക്ട് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. വളരെ കുറേ കാലത്തിന് ശേഷം നല്ല ലൈഫുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് പൊന്മാൻ തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഇവരെല്ലാവരും സംസാരിച്ച പോലെ ഇത് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും എല്ലാവർക്കും പല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഇത് പൊന്ന് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഫാമിലീസിന്. അപ്പോൾ അവർക്കെല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കാൻ പറ്റും, ചിന്തിക്കാൻ പറ്റും ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യത്തെപ്പറ്റി. ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഫാമിലീസിലും ഇതിനെപ്പറ്റി ഒരു ചർച്ച ഉണ്ടാവും, അല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു ഡിസ്കഷൻ ഉണ്ടാവും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അതുതന്നെയാണ് ഈ ഒരു സിനിമയുടെ വിജയം എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സിനിമ കണ്ടതിന് ശേഷം ഈ 4 ചെറുപ്പക്കാർ എന്ന് പറഞ്ഞ നോവല് പിന്നെ വായിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഫേസ് ആയിരിക്കും അവർക്ക് കിട്ടുന്നതെന്ന് വിചാരിക്കുന്നു. അതും ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നുന്നു. ശരിയല്ലേ? പുതിയ പതിപ്പിന്റെ കവറിൽ ബേസിൽ ബ്രോയുടെ ഫോട്ടോ ഉണ്ടെന്നത് സൈഡിൽ ഞങ്ങളുടെ ഇവിടെ വെക്കായിരുന്നു.